ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫലൂഡ മിക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഫലൂഡ റെഡിയാക്കാമെന്നാണ്. ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫലൂഡ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഈ ഫലൂഡ മിക്സിൻ്റെ ഒരു പാക്കറ്റും ഒരു 1/2 ലിറ്റർ പാലുമാണ്. ഞാനൊരു പാത്രം എടുത്തിട്ട് ആ ഫലൂഡ മിക്സ് മുഴുവനായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് ഒരു 4-5 ഫലൂഡ പ്രിപ്പയർ ചെയ്യാം. ബാക്കി വരുന്ന ഞാൻ ഇതിന് ഫ്രൂട്ട് സലാഡും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ടല്ല, എല്ലാം ഇതിൽ തന്നെയുണ്ട്. നമ്മുടെ ഫലൂഡ, സേവ്, ബേസിൽ സീഡ്സ്, നട്ട്സ് എല്ലാം ഇതിൽ തന്നെയുണ്ട്. ഞാൻ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു റോയൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിൽ സീഡ്സും ഫലൂഡ സേവ് എല്ലാം സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്ത് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കും. ഫലൂഡ സേവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിനു മുമ്പേ ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ആ ഫലൂഡ സേവ് എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇപ്പം ഏതാണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഒരു ബൗളിലേക്ക് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഞാനിത് ഫ്രീസറിലല്ല കേട്ടോ, താഴെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഇപ്പം തണുത്ത് കിട്ടിയിട്ടുണ്ട്. 2-2.5 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഫലൂഡ മിക്സിൽ പല ഫ്ലേവറും നമുക്ക് കിട്ടും. ഞാനിപ്പം പിസ്തയുടെ ഫ്ലേവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, അങ്ങനെ പല ഇതുമുണ്ട്. ഇനി ആവശ്യം നമുക്ക് ഐസ്ക്രീമും നട്ട്സും, പിന്നെ ഞാനിവിടെ കുറച്ച് ബദാമിൻ്റെ സ്ലൈസും പിസ്തയും, പിന്നെ കുറച്ച് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ടൂട്ടി ഫ്രൂട്ടിയും, പിന്നെ ഞാനിപ്പം തയ്യാറാക്കിയ ഫലൂഡ സേവും ബേസിൽ സീഡും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിള്, പോമിഗ്രാനൈറ്റ്, പിന്നീട് സീഡൊന്നും ഇല്ലാത്ത ബ്ലാക്കും ഗ്രീനും ഗ്രേപ്സ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കുറച്ച് ബേസിൽ സീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബേസിൽ സീഡ്സ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫലൂഡ സേവ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫലൂഡ സേവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പം ഞാൻ ഒരു റോയൽ ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ഈ ഫലൂഡയുടെ മിക്സിലുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫലൂഡ മിക്സ് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഓരോ ലെയറായിട്ട് കാണത്തക്ക രീതിയിൽ ചെയ്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടൈപ്പ് ഗ്രേപ്സും ആപ്പിളും പോമിഗ്രാനൈറ്റുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാംഗോയോ ഓറഞ്ചോ എന്തൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്ര ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാക്കറ്റ് കരുതി വെച്ചിരുന്നാൽ നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോഴോ പാർട്ടിക്കോ, പിന്നെ പെട്ടെന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിലോ, കുട്ടികൾക്ക് ബോറടിച്ചിരിക്കുമ്പോൾ അവർക്കൊരു ഫലൂഡയൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാമൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സും ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ, വേറെ ഒരു എക്സ്ട്രാ ഒന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഫലൂഡയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫുൾ പാക്കറ്റ് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി പാക്കറ്റും ഒരു 1/4 ലിറ്റർ പാലും കൂടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ 2-3 ഗ്ലാസ് ഫലൂഡ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ബാക്കി നിങ്ങൾ പൊതിഞ്ഞ് വെച്ചിരുന്ന് നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് നിങ്ങൾക്കിത് എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഫലൂഡ കഴിക്കാൻ കൊതി വരുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിൽ ബേസിൽ സീഡ്സ് ഒരു ലെയർ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ലെയർ നമ്മൾ ഫലൂഡ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആ ഐസ്ക്രീം കൂടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഐസ്ക്രീമും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോവും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യണം. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ബദാം, ഞാനിവിടെ ബദാമിൻ്റെ സ്ലൈസും പിന്നെ 2-3 പിസ്തയും
പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വാട്ടർമെലൻ്റെ തോട് കൊണ്ടുണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ്. അതുകൂടെ വെച്ച് ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇനി ഒരു ഭംഗിക്ക് ഒരു വേഫർ സ്റ്റിക്ക് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി ഫലൂഡ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ കഴിക്കാൻ അതിലേക്കാളും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേണ്ടേ, ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ, പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തന്നെ തോന്നുന്നില്ലേ. ഐസ്ക്രീമിൻ്റെ ഇതുകൊണ്ട് എൻ്റെ ഒരു വേഫർ താഴെ വീണു ഇതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഈ ബാക്കി വരുന്ന ഫലൂഡയും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനിപ്പം ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതെല്ലാം മിക്സും കൂടെ ഒരുമിച്ചിട്ട് ഒരു വേഫർ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്താൽ ഫ്രൂട്ട് സലാഡായി. അപ്പം ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫലൂഡയും വീട്ടിലുണ്ടാക്കാം, ഫ്രൂട്ട് സലാഡും റെഡിയാവും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്